ലോകം യുക്രൈൻ റഷ്യ യുദ്ധം എങ്ങനെ അവസാനിക്കുമെന്നുള്ള ചർച്ചയിലാണ്. മാത്രമല്ല ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധവും. ഇതൊന്നും എങ്ങും എത്താതെ അവിടെ ഇവിടെയും തട്ടിയും തടവിയും അങ്ങ് പോവുകയാണ്. ചിലരൊക്കെ ഇതിന്റെ രാഷ്ട്രീയ മുതലെടുപ്പ്, ആഗോള രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം വിൽക്കുന്നുണ്ട്. അതായത് യുദ്ധോപകരണങ്ങൾ വിൽക്കുന്നുണ്ട്, പണം കൈക്കലാക്കുന്നുണ്ട്, സമാധാനത്തിന്റെ വക്താക്കളായി പുറംമേനി അതല്ലെങ്കിൽ മുഖംമൂടി അണിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നടക്കുന്ന ചർച്ചകൾക്കിടയിലും മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് ആരുടെയും ശ്രദ്ധയിൽ വേണ്ട രീതിയിൽ പെട്ടില്ല എന്നുള്ളതാണ് തോന്നുന്നത്. മറ്റൊന്നുമല്ല, റഷ്യയിൽ ഒരു നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിവരം. അത് ആര് തമ്മിലായിരുന്നു? ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടാണ് ഈ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. ഇറാനും റഷ്യയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്ന് വ്യക്തം. അതിനാണല്ലോ അവിടെ നിന്ന് ലാരിജാനി അവിടെ എത്തിയത്. അപ്പോൾ പുടിനുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയെ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. സിറിയൻ നേതാവ് അഹമ്മദ് അൽ ഷാറയുടെ സന്ദർശനത്തിനും ട്രംപ് പുടിൻ ഫോൺ സംഭാഷണത്തിനുമൊക്കെ ഇടയിൽ നടന്നിട്ടുള്ള ഈ ഒരു സമ്മിറ്റ്, ഈ ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് കേവലം നയതന്ത്രപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇറാനിയൻ സുപ്രീം നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയും മൂപ്പരുടെ വ്യക്തിപരമായിട്ടുള്ള കത്തുമായിട്ടാണ് ലാരിജാനി അവിടെ എത്തിയിട്ടുള്ളത്, അതായത് റഷ്യയിൽ എത്തിയത്. ഇത് റഷ്യക്കും ഇറാനും ഇടയിലുള്ള രാഷ്ട്രീയ വിശ്വാസത്തിന്റെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് അടിവരയിടുന്ന ഒരു കാര്യം കൂടിയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതായത് വിദേശ രാജ്യങ്ങളുടെയൊക്കെ സമ്മർദ്ദം അതിൻ്റെ ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിലാണ് ഈ രണ്ട് ശക്തികളും തമ്മിൽ തങ്ങളുടെ ദീർഘകാലമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തം കൂടുതൽ ആഴത്തിൽ ആക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതാണെങ്കിലോ ഒന്ന് ആലോചിച്ചു നോക്കുക. ഈ വർഷം ലാരിജാനിയുടെ റഷ്യയിലേക്കുള്ള രണ്ടാമത്തെ സന്ദർശനമാണിത്. 12 ദിവസത്തെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് തൊട്ട് പിന്നാലെ തന്നെ ജൂലൈയിൽ ഒരു സന്ദർശനം നടത്തിയിരുന്നു. അതായിരുന്നു ആദ്യ യാത്ര. ഇത് ഇറാൻ പ്രാദേശിക വിലയിരുത്തലൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. അതിനെ ചുറ്റിപ്പറ്റി പറഞ്ഞത് ആണവ ശക്തിയുമായി ബന്ധപ്പെട്ടുള്ള ആണവ പദ്ധതികളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പിരിമുറുക്കങ്ങളെ കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നുമല്ല. ഇങ്ങനെ രണ്ട് രാഷ്ട്രങ്ങളുടെ നേതാക്കൾ തമ്മിൽ കൃത്യമായി ഒരു കൂടിക്കാഴ്ച നടത്തുക, അതും ദീർഘനേരത്തെ കൂടിക്കാഴ്ച നടത്തുക എന്ന് പറയുമ്പോൾ അത് ചില പദ്ധതികളെ ചില കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനുള്ള ഒരു വിത്ത് പാകലിന് വേണ്ടിയിട്ടുള്ള അതിനൊരു അടിത്തറ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ആയിരുന്നു എന്ന് വേണം നമ്മൾ ഇതിൽ മനസ്സിലാക്കാനായിട്ട്. എന്തായാലും സ്ഥിതിഗതികളൊക്കെ സുസ്ഥിരമാക്കുക, നയതന്ത്ര മാർഗങ്ങളൊക്കെ പുനരുജ്ജീവിപ്പിക്കുക, അങ്ങനെയൊക്കെ പൂർണ്ണമായിട്ടും സ്ഥിരമായ ശൈലിയിലുള്ള കാര്യങ്ങളൊക്കെ റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് ആ സമയത്ത് ആദ്യത്തെ സന്ദർശന വേളയിലൊക്കെ പുറത്തു വന്ന കാര്യം. എന്തായാലും ഇത് മാത്രമല്ല, സമാധാനപരമായിട്ട് ആവശ്യങ്ങൾക്കായിട്ട് സമ്പുഷ്ടീകരിച്ചുള്ള യുറേനിയത്തിന്റെ കയറ്റുമതി പുനരാരംഭിക്കാനുള്ള റഷ്യയുടെ സന്നദ്ധത വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ആദ്യത്തെ സന്ദർശനത്തിൽ. ഇതിനിടയിലാണ് ഇറാൻ റഷ്യൻ യുദ്ധവിമാനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ടെന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നത്. ഇത് പ്രതിരോധ സഹകരണത്തിലെ ഒരു പുതിയ ഘട്ടത്തെ അടയാളപ്പെടുത്തുകയാണ്. മിസൈലുകൾ ഏറെയുണ്ട്. ഇതിനിടയിലേക്കാണ് റഷ്യൻ യുദ്ധവിമാനങ്ങളൊക്കെ വാങ്ങാനുള്ള നീക്കം ഇറാൻ നടത്തുന്നത് എന്നുള്ളതാണ്. റഷ്യ ഇറാൻ പങ്കാളിത്തം വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പരിണമിക്കുന്നു എന്നുള്ളതിന് തെളിവായിട്ടാണ് അമേരിക്ക ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്. അമേരിക്കയുടെ കണ്ണ് എല്ലായിടത്തുമുണ്ട്. ചുറ്റിനും കണ്ണാണ് അമേരിക്കയ്ക്ക്. പക്ഷെ ചുറ്റിനും കണ്ണുണ്ടായിട്ട് കാര്യമൊന്നുമില്ല, ഇതൊന്നും തടയാനൊട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇത് മറ്റൊരു കാര്യമായിട്ട് പറയേണ്ടത് മിഡിൽ ഈസ്റ്റിലെ റഷ്യയുടെ പുതിയ മധ്യസ്ഥ പങ്കിനെ കുറിച്ച് കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് അൽ ഷാറയുടെ സന്ദർശനം ഉണ്ടായില്ലേ, ഈ സന്ദർശനത്തിന് തൊട്ട് പിന്നാലെ തന്നെ ലാരിജാനിയുടെ സന്ദർശനവും ഉണ്ടായി. അത് യാദൃശ്ചികമാണ് എന്ന് പറയാൻ കഴിയില്ല. മേഖലയിലെ എതിരാളികളായ ശക്തികൾക്കിടയിലൊക്കെ മധ്യസ്ഥത വഹിക്കാനായിട്ട് റഷ്യ
ശ്രമിക്കുന്നു എന്നുള്ള ഒരു സൂചന കൂടി ഇതിനകത്തുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. റഷ്യയിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് സിറിയയ്ക്ക് പദ്ധതിയില്ല എന്നുള്ളത് സിറിയൻ പ്രസിഡന്റിനെ, അതായത് അൽ ഷാറയുടെ സന്ദർശനം വീണ്ടും ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പുനർനിർമ്മിക്കുന്നതിലും സ്ഥിരത നിലനിർത്തുന്നതിനുമൊക്കെ ആഴത്തിലുള്ള സഹകരണവും ഇവർ തേടുന്നതായിട്ടൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല ഈ സിറിയൻ ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ ഇറാൻ അതിര് കടന്ന് ഇടപെടുന്നുണ്ട്. ഈ ഇടപെടലും പുതിയ സർക്കാരിന്റെ വിദേശ നയം സന്തുലിതമാക്കാനുള്ള ഒരു ശ്രമങ്ങളെ കാരണം സിറിയയിലെ നേതൃമാറ്റം ഇറാനുമായുള്ള ബന്ധം മന്ദഗതിയിലാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് റഷ്യയുടെ ഇടപെടൽ നിർണായകമായിട്ട് മാറുന്നത്. ശക്തമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വിശ്വാസവും സൈനികപരമായിട്ടുള്ള സൈനിക ചാനലുകൾ വഴിയുള്ള ഒരു ചാനലുകളൊക്കെ ഉപയോഗിച്ച് പങ്കിട്ടിട്ടുള്ള പ്രാദേശിക താല്പര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സിറിയയ്ക്കും ഇറാനും ഇടയിൽ ഒരു പുനഃസജ്ജീകരണത്തിന് മധ്യസ്ഥത വഹിക്കാനായിട്ട് റഷ്യക്ക് കഴിയുമെന്നാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ വരുന്നത്. മറ്റൊന്ന്, ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇടപെടുന്ന റഷ്യയാണ്. ഇസ്രായേലുമായിട്ട് ഒരു 2ാം റൗണ്ട് സംഘർഷം അനിവാര്യമാണ് എന്നുള്ളതാണ് ഇറാൻ ഇപ്പോഴും പറയുന്നത്. ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട്, തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറാന്റെ മെച്ചപ്പെട്ടിട്ടുള്ള മിസൈൽ ആയുധ ശേഖരങ്ങളും ശക്തിപ്പെടുത്തിയിട്ടുള്ള പ്രാദേശിക സഖ്യങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് അതൊക്കെ തന്നെ അവരുടെ ഇറാന്റെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ കഴിയുന്നുണ്ട്. അതേസമയം സിറിയൻ അതിർത്തി പ്രദേശങ്ങളിൽ ഇസ്രായേൽ തുടർച്ചയായിട്ട് വ്യോമാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ നടത്തിയിട്ടും പുതിയ സിറിയൻ നേതൃത്വം കൂടുതൽ പ്രായോഗിക ബുദ്ധിയോടുകൂടി ഇതിനെ നോക്കിക്കാണുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദുഷാൻബെയിലെ CIS ഉച്ചകോടിയിൽ പ്രസിഡന്റ് പുടിന്റെ പ്രസ്താവന ചില കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. അതായത് കൂടുതൽ സംഘർഷം ഒഴിവാക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ റഷ്യ വഴി ഇറാൻ ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. ഇസ്രായേൽ റഷ്യ വഴി ഇറാന് ഒരു സന്ദേശം അയച്ചിരിക്കുന്നു. ഇറാൻ മുതൽ ഇസ്രായേൽ വരെയുള്ള എല്ലാ പ്രധാന നേതാക്കളും ഇപ്പോൾ റഷ്യയെ ഒരു വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു മധ്യസ്ഥനായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ചതുൾപ്പെടെയുള്ള ഈ ബന്ധങ്ങളെക്കുറിച്ച് പുടിൻ ലാരിജാനിയോട് ചിലപ്പോൾ വിശദീകരിച്ചിട്ടുണ്ടാകാം. അതുണ്ടാകാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഉയർന്നു വരുന്ന ഒരു ബഹുമുഖമായിട്ടുള്ള ഫോർമാറ്റിന്റെ മധ്യസ്ഥനും അതിന്റെയൊക്കെ ഒരു നാഥനായിട്ട് റഷ്യ തങ്ങളുടെ നിലപാട് ശക്തിപ്പെടുത്തുന്നുണ്ട്. അതായത് ഒരു മധ്യസ്ഥ ശക്തിയായിട്ട് അമേരിക്കയാണ് ഇതുവരെയും എല്ലാത്തിനും മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരുന്നത്. അമേരിക്കയുടെ സ്ഥാനത്തേക്ക് റഷ്യ കടന്നു വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അമേരിക്കയുമായിട്ട് എല്ലാവരും കൊമ്പ് കോർക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അമേരിക്കയുടെ അപ്രമാദിത്വം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് റഷ്യ വരുന്നത്. മാത്രമല്ല റഷ്യക്ക് ഇസ്രായേലുമായിട്ടും നല്ല ബന്ധമുണ്ട്. ചില സമയങ്ങളിലൊക്കെ നമ്മൾ പല പ്രസ്താവനകളിലൂടെയും കണ്ടതാണ്, ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക പറയുന്നിടത്തല്ല നിൽക്കുന്നത്. സ്റ്റേറ്റിന്റെ കാര്യം വരുമ്പോൾ അത് സ്വന്തം രാഷ്ട്രമാണ്, അതിന്റെ തീരുമാനം ഞങ്ങൾ എടുക്കുമെന്ന നിലപാട് തന്നെയാണ് ഉള്ളത്. അമേരിക്കയുടെ മുതലെടുപ്പുകൾക്ക് നിന്നു കൊടുക്കാനായിട്ട് ഇനി കഴിയില്ല എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല ഇറാനും ഇസ്രായേലിനും ഇടയിൽ കൂടി ഈ ഒരു മധ്യസ്ഥത വരികയാണെങ്കിൽ അമേരിക്കയുടെ എല്ലാത്തരം ഉഡായിപ്പുകളും ഇവിടെ പൊളിഞ്ഞടങ്ങി വീഴും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും റഷ്യൻ പ്രസിഡന്റുമായിട്ട് ഈ ഇറാന്റെ സെക്രട്ടറി, അതായത് ഇറാന്റെ ഏറ്റവും വേണ്ടപ്പെട്ട, അതായത് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി ലാരിജാനിയുടെ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. ഏറെ തന്ത്രപ്രധാനമാണ്, നയതന്ത്രപ്രധാനമാണ്, വളരെ സസൂക്ഷ്മം വീക്ഷിക്കേണ്ട ഒരു കൂടിക്കാഴ്ചയാണ്. പല സംഭവ വികാസങ്ങളും അടുത്ത് തന്നെ നമുക്ക് ജിയോ പൊളിറ്റിക്സിൽ മാറുന്നത് കാണാൻ കഴിയും ഇതുവഴി എന്ന് വേണം നമ്മൾ കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.